ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മോളെ, പൂജ ആരെ പേരിലാണെന്ന് പറഞ്ഞില്ലല്ലോ? ഭഗവാന്റെ പേരിൽ തന്നെ ചെയ്താൽ മതി. ശരി. തിരുമേനി, ഒരു ജന്മനക്ഷത്ര പൂജ. പേര് ആകാശ് ബാലൻ, അനിഴം നക്ഷത്രം. അത് കൊള്ളാലോ. ഈ കുട്ടിയും ഇതേ പൂജ ഇതേ നക്ഷത്രത്തിലാണ് നടത്തുന്നത്. പക്ഷെ ഭഗവാന്റെ പേരിലാണെന്ന് മാത്രം. ഭഗവാനെ, കാശിനാഥ, അക്കുച്ചേട്ടന്റെ പിറന്നാളായിട്ട് ഞാൻ അക്കുച്ചേട്ടനൊരു സമ്മാനം കൊടുക്കാൻ പോവാ. ആ സമ്മാനം ഇപ്പൊ ഭഗവാന്റെ മുന്നിൽ തന്നെയുണ്ട്. എനിക്കത് അക്കുച്ചേട്ടനെ ഏൽപ്പിക്കണം. അക്കുച്ചേട്ടന് സന്തോഷാവും. എന്റെ പ്രാർത്ഥന സ്വീകരിച്ച് എന്റെ ആഗ്രഹം നടത്തി തരണേ. കാശിനാഥ, ചാരുവാണ് എൻ്റെ ഭാര്യയാവേണ്ടതെന്ന് തീരുമാനിച്ചത് ഭഗവാനല്ലേ? മറ്റൊരു വഴിയില്ലാതെ ഞാൻ ചാരുവിനെ കല്യാണം കഴിച്ചു. ഇപ്പോ എന്തിനാ കാശിനാഥ ശ്രേയയെ ഇവിടേക്ക് കൊണ്ടുവന്ന് എന്നെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഭഗവാനെ? ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ സന്തോഷമില്ല. ചാരുവിൻ്റെയും ശ്രേയയുടെയും മുന്നിൽ ഞാനൊരു ചതിയനെ പോലെ നിൽക്കുക. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത് ഭഗവാൻ തന്നെ തീർത്തു തരണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഇവിടെ നിന്ന് കുട്ടി എവിടെ പോയി? പ്രസാദം വാങ്ങാതെ പോയി കളഞ്ഞോ? അത് തിരുമേനി, ആ കുട്ടിയും പൂജ നടത്തിയത് ഒരേ നക്ഷത്രമല്ലേ? ആ പ്രസാദം ഇങ്ങ് തന്നിക്ക്. ആ അനുഗ്രഹം കൂടി ഞങ്ങക്ക് കിട്ടിക്കോട്ടെ. ഭഗവാന്റെ പേരിലാണെങ്കിലും നക്ഷത്രം ഒന്നല്ലേ?